BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതി കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആഭ്യന്തരം, ജനം, പ്രതിരോധം, റെയിൽവേ, IT, നിയമമടക്കം സുപ്രധാന വകുപ്പുകൾ BJP NDA ഘടകകക്ഷികൾക്ക് നൽകിയേക്കില്ല. TDPയും JDUവും ഇതിൽ പൂർണ്ണ തൃപ്തരല്ല. ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച ചെയ്യാൻ പീയൂഷ് ഗോയലിനെയും നിതീഷ് കുമാറുമായി ചർച്ച ചെയ്യാൻ അശ്വിനി വൈഷ്ണവയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്പീക്കർ പദവിയിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ NDA MPമാരുടെ യോഗം നിർണായകമാകും. യോഗത്തിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി അടക്കം MPമാർ ഡൽഹിയിലെത്തി. എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ട, പക്ഷേ എന്നെയും കൂടി കണക്കിലെടുക്കുന്ന ആ സ്ഥാനത്ത് വരുന്നവരടക്കമുള്ള ഈ 10-15 വകുപ്പിൽപ്പെടുന്ന മന്ത്രിമാർ എൻ്റെ ശാഠ്യത്തിന് വഴങ്ങിത്തരണം. അത് ജനങ്ങളുടെ ശാഠ്യമേ ഞാൻ അവിടെ അവതരിപ്പിക്കൂ. വ്യോമയാനം, സ്റ്റീൽ എന്നീ വകുപ്പുകളിലെ ക്യാബിനറ്റ് മന്ത്രി പദവി, ധനകാര്യ സഹമന്ത്രി സ്ഥാനവും TDPക്ക്. ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകൾ JDUവിന്. ഇതാണ് സഖ്യകക്ഷികൾക്ക് BJP കൈമാറിയ വാഗ്ദാനം. നാളെ NDA MPമാരുടെ യോഗത്തിന് മുന്നോടിയായി BJP MPമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും യോഗം ചേരും. നാളെ വൈകിട്ട് തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള സഖ്യകക്ഷികളുടെ പിന്തുണക്കത്ത് നൽകിയേക്കും. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ വെച്ച് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാമരൻ, മാതൃഭൂമി ന്യൂസ്.